ഓ ഹലോ, ഹലോ. ലിജ അല്ലേ? ആരായിരുന്നു? ഇത് നസീർ ഖാന്റെ മോളാ. നസ്- ഏത് ഉം. നസീർ ഖാന്റെ ആയിരുന്നു? ഞങ്ങൾക്കൊരു എന്റെ ഉപ്പ ഒരു പൈസ ഇട്ട് തരാൻ പറഞ്ഞായിരുന്നു ആ ഹാ പണ്ട്. ഹാ ഹാ ഞാൻ 2 ദിവസമായി നസീർ ഖാന്റെ ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുന്നു. ആ. വിളിച്ചിട്ട് ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. എന്റെ കയ്യിൽ 5000 രൂപ തന്നായിരുന്നു. അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ നടത്താൻ പറഞ്ഞായിരുന്നു. ആ ഹാ ഹാ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഉപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ഉപ്പാന്റെ പേ കയ്യില്. നമ്പർ ഇതാണോ? ഇത് ഈ ഈ നമ്പർ. നമ്പറിലാണോ ഗൂഗിൾ പേ ചെയ്യേണ്ടത്? ഈ നമ്പർ. ആ, എന്നാൽ നിങ്ങൾ പൈസ കയറി കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണേ. പൈസ ഇട്ടോളൂ കുഴപ്പമില്ല. ഞാൻ വിളിച്ചോളാം. ഇപ്പൊ രാത്രിയായില്ലേ, ഇനി നാളെ രാവിലെ കുഴപ്പമില്ല. ഞാൻ നോക്ക്. ഇപ്പം തന്നെ വിളിച്ചോ. രാത്രിയായൊന്നും കുഴപ്പമൊന്നുമില്ല. വിളിച്ചോ. പിന്നെ കാരണം പൈസ അക്കൗണ്ടിലേക്ക് കയറിയ പാടെ എന്നെ വിളിച്ചോ. ഓക്കെ. ഞാന് രാത്രിയായാലും പ്രശ്നമില്ല. പൈസ ഇട്ടോളൂ. ഓക്കെ ഓക്കെ. ശരി. ഹലോ, ഹലോ. പൈസ കയറിയായിരുന്നോ? പൈസ കയറിയിട്ടുണ്ട് കേട്ടോ. പൈസ കയറിയിട്ടുണ്ട്. ഞാൻ ഉം. ഇതിനകത്ത് മെസ്സേജ് വന്നിട്ട്, ഞാൻ ടൗണിലായിരുന്നേ. അപ്പം ഇങ്ങോട്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അന്നേരമാണ് ഞാൻ മെസ്സേജ് വന്നിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ആ ആ എവിടെയാ? ടൗണിലാണോ? ടൗണിലായിരുന്നു. ഞാൻ മഴ പെയ്യുന്നുണ്ടായിരുന്നേ. ആ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന. ആ ആ. പിന്നെ ഉപ്പ വിളിച്ചില്ലല്ലോ. ഉപ്പ വിളിക്കുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇന്നലെ. എന്നോട് ഇന്നലെ എന്നോട് പൈസ ഇടായിരുന്നു എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ ഇന്ന് അങ്ങോട്ട് ഇന്ന് വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഇപ്പോഴായിരുന്നു പറഞ്ഞത്. എനിക്ക് വാട്സപ്പ് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഹാ ഹാ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് എനിക്ക് ഇപ്പം വാട്സപ്പ് മെസ്സേജ് വന്നതായിരുന്നു. നിങ്ങളെ വാട്സപ്പില് കണ്ടായിരുന്നോ? DP നിങ്ങളതാണോ? ഏത് ഈ നമ്പറിലാണോ? ഈ നമ്പറിലെ ഈ DP നമ്പർ ഇത് എന്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ്. വാട്സപ്പ് നമ്പർ. അതിന്റെ DP DP എന്റെ നിങ്ങളതാ. അതെ അതെ, എന്റെ നമ്പർ തന്നെയാണ്. DP ഉണ്ടായിരുന്നു. ആ ഹാ ഹാ അതുകൊണ്ട് ഗൂഗിൾ പേ ഈ നമ്പറിലാണോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാ ചോദിച്ചത്. ഗൂഗിൾ പേ പൈസ കയറിയിട്ടുണ്ട്. ഉപ്പ പറഞ്ഞു ഇപ്പൊ ഇട്ട് കൊടുത്തേ 5000 രൂപ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇട്ട് തന്നത്. ആ ഹാ ഞാനത് ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ 2-3 വട്ടം വിളിച്ചായിരുന്നു ഉപ്പാനെ. അപ്പൊ ഒരു പ്രാവശ്യം കിട്ടിയിട്ടില്ല. പിന്നെ 2-3 പ്രാവശ്യം ബെല്ലടിഞ്ഞു. ആ ആ ആ പിന്നെ തിരക്കായിട്ടായിരിക്കും. ഉപ്പാക്ക് തിരക്കായിരിക്കും. അതായിരിക്കും കിട്ടാതിരുന്നത്. ആ ഹാ ഹാ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇത്രയും തിരക്കായതുകൊണ്ടാണ് ഞാന് പണി എന്നോട് കഴിഞ്ഞല്ലോ. അപ്പൊ ഇത്രയും ദൂരമല്ലേ, ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ അല്ലേ. പിന്നെ അതുമല്ല, പിന്നെ ഉപ്പാനെ നമുക്ക് അവര് മേഴ്സറി അറിയുന്ന ആളാണ് ഉപ്പാനെ. ആ ആ ആ ഈ പണിയുടെ കോണ്ടാക്ട് എടുത്ത ആളില്ലേ. ആ ആ ആ അവര് ഉപ്പാനെ അറിയുന്നതാണ്. അപ്പം അവർക്ക് പ്രായമുള്ള ആളില്ലായിരുന്നോ. മനസ്സിലായി മനസ്സിലായി. മോള് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അവർക്ക് ഈ ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലേ. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും നിങ്ങളത് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ നമ്പർ അവിടെ എഴുതി കൊടുത്തിരുന്നത്. ഓക്കെ ഓക്കെ. ഇന്ന് എവിടെയാ വർക്ക്? ഇന്ന് വർക്കില്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് നാട്ടില് ഇവിടെ കാസർഗോഡ് എത്തിയുള്ളൂ. കാസർഗോഡ് വന്നു. ആ അപ്പം ഇന്ന് ടൗണിലേക്കും കാര്യങ്ങളെല്ലാം വന്നായിരുന്നു. ആ ആ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാനുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. പ്രശ്നങ്ങളാ. അത് ശരിയാണ്. കുറെ ഇതാണല്ലോ അല്ലേ. അതുകൊണ്ട് 2 ദിവസം റെസ്റ്റ് എടുത്തു. 1 മാസമായിട്ട് അവിടെ വർക്കില്ലായിരുന്നു. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നോ. അതെ അതെ. അതുകൊണ്ട് ഇപ്പല്ലേ നമ്മളെ വർക്ക് കഴിഞ്ഞിട്ട് പോയല്ലേ ഉള്ളൂ അല്ലേ. ആ ആ ഇനി വർക്ക് വരണായിരിക്കും അല്ലേ. ഇല്ല, വേറെ പണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ വേറെ പണി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. നല്ല മഴയാണ് ഇങ്ങോട്ട്. കാസർഗോഡ് ഭാഗത്തേക്ക് നല്ല മഴയാണ്. ആ ആ ആ. ഉം. വേറെ ഹലോ. ചായയൊക്കെ കുടിച്ചോ? ഇല്ല, ഞാൻ ടൗണിൽ നിന്ന് കയറി പോകുന്നേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കാനുണ്ടേ വീട്ടിൽ വീട്ടിലേക്ക്. ആരെല്ലാം ഉണ്ട്? വീട്ടില് വൈഫുണ്ട്, കുട്ടിയുണ്ട്, അമ്മ അച്ഛൻ എല്ലാരും ഉണ്ട്. ഓ, നല്ല നല്ല വർക്കായിരുന്നു. ഞങ്ങളെ വീട്ടിൻ്റെ തന്നെ നല്ല വർക്കായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ മേസ്ത്രിമാര് എല്ലാം കുറെ വർഷമായിട്ട് അവര് പണിയെടുക്കണം. ഞാനിപ്പം കുറച്ചായുള്ളൂ അവരുടെ കൂടെ, ഒരു 1-2 വർഷമായുള്ളൂ. ആ ആ അവര് കുറെ വർഷമായിട്ട് പണിയെടുക്കുന്ന ആളല്ലേ. ആ അപ്പൊ അവിടെ ഇവിടെ എല്ലാം നമ്മുടെ കണ്ണൂർ, അങ്ങനെ വയനാട്, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ എല്ലാ ഭാഗത്തും പോയി ഫുള്ള് പണിയെടുക്കുന്ന വർക്ക് മലപ്പുറം. ഉണ്ടാവും അല്ലേ. കുറെ സൈറ്റ് ഉണ്ട്. 6-7 സൈറ്റോളം അങ്ങനെയൊക്കെ. ആ അപ്പൊ എല്ലാടെയും നിങ്ങൾ തന്നെയാണോ പോകുന്നത്? അല്ലല്ല, നമ്മളല്ല പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചായുള്ളവര് 1-2 വർഷമായതുള്ളവരോട്. അപ്പം അതിനു മുമ്പ് വേറെ വർക്കൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാ സൈറ്റിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞു. ഇപ്പം പുള്ളിക്കാരൻ വേറെ 2-3 അടുത്തുണ്ട്. അവരെ മക്കളുണ്ട്. അപ്പൊ മക്കളാ ബാക്കി കാര്യങ്ങള്. സിവില് പഠിക്കുന്ന, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം അവരും ഇങ്ങനെ സൈറ്റിങ്ങിലെല്ലാം നോക്കി
അങ്ങനെ ഇങ്ങനെ അവരെല്ലാം കൂടെ നടത്തുന്ന ആ എല്ലാരും കൂടെ. ഉപ്പാക്കും നല്ല പണി നല്ല ക്ലിയർ ആയിട്ട് എടുത്തതുകൊണ്ട് നല്ല വർക്ക് നല്ല ഇഷ്ടമായി. നിലമ്പൂരുള്ള ഒരാള് നമുക്ക് വർക്ക് തന്നായിരുന്നു, നിലമ്പൂര് ഭാഗത്തേക്ക്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ഉപ്പാനെ പരിചയം തോന്നുന്നു. മൂന്ന് വർഷം മെസ്സേജ് പറയുന്നത് കേട്ടായിരുന്നു. ആ ആ ആ മോള് മൂത്ത മോളാണോ ഇളയ മോളാണോ അവിടെ അന്ന്? ഞാനാണ് മൂത്ത. അന്ന് അവിടെ കണ്ടായിരുന്നല്ലേ. ആ ആ എന്ത് ചെയ്യുന്ന, പഠിക്കുന്നോ അതോ? ഞാൻ പ്ലസ് ടു പ്ലസ് ടു അത് ഇപ്പൊ കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞോ? ആ ആ ഇപ്പൊ വേറെ എന്തിനാ നിങ്ങളാണ് മോള് നഴ്സിംഗിന് പോകുന്നു പറഞ്ഞേ? ആ ഇപ്പൊ നഴ്സിംഗിന് അല്ല, അഡ്മിഷൻ കൊടുത്തത്? അങ്ങനെ കൊടുക്കാൻ വേണ്ടി പ്ലസ് ടു കഴിഞ്ഞ് ഇനി അതിന് പോകാൻ വേണ്ടിട്ടുള്ള ഇതാണ്. പറയുന്ന കേട്ടായിരുന്നു, ആ അവര് പറഞ്ഞായിരുന്നു. ആ ആ പിന്നെ വേറെന്താ, ഇങ്ങനെ പോകുന്നു. നല്ല വിശേഷം. മഴയാണ് ഇവിടെ, നല്ല മഴയാണ്. മഴയും കാര്യങ്ങളൊക്കെയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്ന്. റിസൾട്ട് വന്നു. പുതിയ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? അഡ്മിഷൻ എടുക്കാനായില്ലല്ലോ. അപ്പൊ നമ്മളിതിൽ നഴ്സിംഗിന് പോകാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ നിൽക്കാം. നിങ്ങളെ അനിയത്തി ചെറിയ കുട്ടീനോട് കുറെ വർത്താനം പറഞ്ഞായിരുന്നു നമ്മളവിടുന്ന്. പിന്നെ ബാക്കി ആരും അവിടെ വീട്ടിലാരും വർത്താനം ഇങ്ങനെ സംസാരിക്കുന്നില്ലായിരുന്നു. അവളെ അനിയത്തിക്കുട്ടി നല്ല വർത്താനം പറയും. നമ്മളെല്ലാം കുറച്ച് ഇതല്ലേ, പഠിക്കുന്നല്ലേ, കുറച്ച് വലുതല്ലേ, അവള് ചെറുതല്ലേ. അവള് നല്ല വർത്താനം പറയായിരുന്നു. എപ്പം വർത്താനം, ഫുൾ ടൈം വർത്താനായിരുന്നു, വായാടി. അവിടെ നമ്മളുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. നമ്മളും വർത്താനൊക്കെ പറയും. വർത്താനം വേറെ ആരും വർത്താനം പറഞ്ഞില്ല. ഉപ്പയും ബാക്കി 2-3 റിലേറ്റീവ്സ് ആണ് അവിടെ ആണുങ്ങളെല്ലാം വന്ന് ഒരു ദിവസം വരുന്നത്. അവര് റിലേറ്റീവ്സ് വന്നതാ, എന്റെ ഉമ്മാന്റെ റിലേറ്റീവ്സ് വന്നതാ. അവിടെ തന്നെ, നാട് അവിടെ തന്നെ അവര് പിന്നെ കോഴിക്കോട്. കോഴിക്കോട് ഇങ്ങോട്ടാണല്ലേ? അങ്ങനെ വന്നതാ. മാമന്മാരൊക്കെ അങ്ങോട്ടാ. എങ്ങനെ കേട്ടില്ല? മാമന്മാരൊക്കെ അങ്ങോട്ടാ. ഓക്കെ. പിന്നെ വേറെന്താണ് വിശേഷം അവിടെ നാട്ടില്? അങ്ങനെ പോന്നെ. നല്ല ഇടക്കിടക്ക് മഴ ഉണ്ടാവും. അങ്ങനെ പോന്നെ. ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ. എവിടെയും പോകാനൊന്നും പറ്റില്ല. കൊറോണന്റെ ഇഷ്യൂ കാരണം ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇല്ല, എവിടെയും പോകാനും പറ്റില്ലല്ലോ. അവിടെ എവിടെയും പോകാൻ പറ്റില്ലല്ലോ അല്ലേ? ക്ലാസ് ഒന്നും എല്ലാ കുട്ടികൾക്കും അതെ. വീട്ടിൽ മോനും ക്ലാസ് ഇല്ല, ഓൺലൈനിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. മോനെന്താ ചെയ്യുന്നേ? മോന് കുഞ്ഞു കുട്ടിയാണ്, 1-ാം ക്ലാസ്സിലാണ്. 1-ാം ക്ലാസ്സുകാർക്ക് വരെ ഇല്ല, വർക്കൊന്നും ചെയ്യുന്നില്ല, വീട്ടില് തന്നെ. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ ഇപ്പം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. 10-ാം ക്ലാസ്സിലെ പഠിക്കുന്ന പോലെ കുത്തിയിരുത്തി. കുട്ടികൾ പഠിക്കുന്നില്ല ഇങ്ങനെ. നിങ്ങള് വലിയ കുട്ടികൾ പഠിച്ചെങ്കിലേ ഉള്ളൂ, ചെറിയ കുട്ടികൾ പഠിക്കുന്നില്ല. ഞങ്ങളെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാ, വെറുതെ ഇങ്ങനെ അങ്ങനെ പോകും. പിന്നെ വേറെന്താ? കാണാറുണ്ടോ? ഇല്ല, നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് അല്ലേ. ഞാൻ ആദ്യമായിട്ട് അവരുടെ കൂടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മേസ്ത്രി അറിയുന്നതാണ്. മേസ്ത്രി ആയിട്ട് എങ്ങനെയോ കോഴിക്കോട് അവരുമായിട്ടും നിലമ്പൂർ അവരുമായിട്ടും കണ്ട് ടച്ച് ഉണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മളവിടെ. അപ്പൊ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ഹൗസ് വാമിങ്ങിന്റെ കാര്യം എന്തായി? ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റ് ആക്കിയോ അതോ കൊറോണ കഴിഞ്ഞിട്ട്? കൊറോണയൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സുകളൊക്കെ, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ കുറെ ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വന്നിട്ട് ചെയ്യാന്നാണ്. ഗൾഫിൽ നിന്നൊന്നും ഇപ്പം ഫ്ലൈറ്റ് ഒന്നും വരുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട്. അതിന് കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, പുറത്തെ ആൾക്കാരുണ്ടാവും. പുറത്താണ്, ഉപ്പയുടെ ആൾക്കാരൊക്കെ പുറത്താണ്. വലിയ വീട്ടുകാരാകുമ്പോ വലിയ കുറെ ആളുണ്ടാവൂല്ലേ? വീട്ടുകാരൊന്നുമല്ല. വലിയ വീടാണല്ലോ, വമ്പൻ വീടല്ലായിരുന്നോ? വീടൊക്കെ വലുതന്നെ. നിങ്ങള് എത്ര മക്കള്? 2-ഓ 3-ഓ? 3 പേര്. വേറെ ആരാ? 2 ഒരനിയത്തി, ഒരനിയൻ. മോനെ കണ്ടില്ലാലോ എന്നിട്ട് അവിടെ?
ആ, അവനെ കണ്ടില്ലേ? ആ ആ. കാണായിട്ടൊന്നുമല്ല, വെറുതെ പറയല്ല. ഇല്ലില്ല കണ്ടില്ല. കുഞ്ഞു കുഞ്ഞു കുട്ടിയാ, തീരെ ചെറിയ കുട്ടിയാ? ആ, ചെറിയ കുട്ടിയാ. ആഹാ. അവന് ആ പിന്നെ പുറത്തിറക്കില്ല, കാരണം വെച്ചാൽ കൊറോണന്റെ ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ട് ആ അത് പൊടിയൊന്നും. അത് തന്നെയാ നല്ല. ഇനി ബാക്കി പണിക്കാർ വരുമ്പോ ആണെങ്കിലും പുറത്തേക്ക് അധികം കുട്ടികളെ ആ, പുറത്തേക്ക് അവനിക്ക് ഇറക്കാണ്ടിരിക്കാണ്. പൊടിയൊന്നും പറ്റേല, അതുകൊണ്ട് ചെറിയ അലർജി. കുട്ടിയല്ലേ? അലർജി ആയതുകൊണ്ട്. ആ. ഉം. നിങ്ങളുടെ ഉമ്മാനെ ഒന്നും കണ്ടിട്ടില്ല. ഉമ്മാനെ ആ, ഉമ്മ. ഏതായിരുന്നു ഉമ്മ? എനിക്ക് മനസ്സിലായില്ല. കുറെ ആൾക്കാർ, കുറെ പെണ്ണുങ്ങൾ അവിടെ ആ, ഉള്ളതുകൊണ്ട് അതെ. പിന്നെ അതുമല്ല, എടുത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റൂലല്ലോ. ആ, മാമന്റെ ഭാര്യ ഉണ്ടായി, ഉമ്മയുടെ അനിയത്തി ഉണ്ടായി. ഏ, അങ്ങനെ കൊറേ റിലേറ്റീവ് വന്നല്ലോ, അതുകൊണ്ട് ആ. അതിൽ മനസ്സിലാകുന്നു. ഉം ഉം. ഉമ്മ അധികം പുറത്തിറങ്ങില്ല, അവരൊക്കെ നിങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ടു തരുന്നേ. ആ ആ ആ ആ. ആ നമ്മള് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാരും കണ്ടിട്ടുണ്ട്. പക്ഷെ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഒന്നും അറിയില്ലല്ലോ. ഉം, ഉം. നിങ്ങള് മോള് ഇപ്പം ആ പർദ്ദയെല്ലാം ഇട്ടിട്ടല്ലേ നടക്കുന്നേ? ഉം. പോയോ? കേൾക്കുന്നില്ലല്ലോ. ഹലോ. ഇവിടെ റേഞ്ചിന്റെ, സിഗ്നലിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഈ ഭാഗത്തേക്ക് റേഞ്ച് കുറച്ച് കുറവാണ്. ആ, പിന്നെ വേറെ എന്ത് പറയാൻ, പറയൂ. വേറെന്താണ് വിശേഷം? പറയൂ. നിങ്ങളൊന്നും പറയാത്തെ? ഞാൻ ഇത്ര സമയം വായിട്ടടിച്ചില്ലേ, നിങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. അയ്യോ, ഞാനല്ല കൂടുതൽ സംസാരിച്ചേ. ഞാനാണ് എന്ത് കൂടുതൽ സംസാരിച്ചത്. ഞാൻ ഒരുപാട് സംസാരിച്ചു. വെറുതെ പറയല്ലേ, നിങ്ങൾ പിന്നെ സംസാരിക്കേ. നിങ്ങളെ എന്താണ് വിശേഷം എന്താന്ന് പറ, എന്റെ വിശേഷം ഞാൻ ഇവിടെ പറഞ്ഞില്ലേ. വിശേഷങ്ങളൊന്നുമില്ല. ഇവിടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മഴയാണ്. പുതിയ വർക്ക് സൈറ്റ് പുതിയ തുടങ്ങണം. എപ്പോഴും വർക്ക് സൈറ്റ് മാത്രം മതിയോ? ഇതെന്താണ്? പിന്നെ വർക്ക് സൈറ്റ് ഇല്ലാണ്ട് പിന്നെ എന്താ വേണ്ടേ? നമ്മള് പണിയെടുക്കാറല്ലേ പരിപാടി നമ്മുടെ. ഉം. പണിയെടുക്ക്. ഉം. പണിയെടുക്ക്. എന്താണ് അങ്ങനെ പറഞ്ഞേ? ഒന്നല്ല, പണിയെടുത്തോ. നമുക്കും ജീവിക്കണ്ടേ? ജീവിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഉം. ജീവിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഉം. എന്നെ കണ്ടിട്ട് എന്ത് തോന്നി? കണ്ടിട്ട് ഞാൻ കണ്ടില്ലല്ലോ അതിനെ. നിങ്ങൾ എന്ത് പുറത്തിറങ്ങുന്നില്ലല്ലോ. 2 പ്രാവശ്യം കണ്ടില്ലേ? എന്നെ നോക്കി ചിരിച്ചല്ലോ. ചിരിക്കുന്ന സ്വാഭാവികമല്ലേ? നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ ചിരിക്കൂലേ? അന്ന് ഉം. തോന്നിയിട്ടുണ്ടാവില്ലല്ലേ ഇങ്ങനെ വയറ്റടിക്കുന്ന ഒരു കുട്ടിയാ. അല്ല, നിങ്ങള് ഇങ്ങനെ പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിരിക്കുമ്പോ ആളറിയൂലല്ലോ സംസാരിക്കുന്നതാന്ന്. അപ്പൊ നമ്മളെ എന്നിട്ട് എക്സാമിന്റെ ടൈം, എക്സാമിലല്ലേ, അപ്പൊ എക്സാമിന്റെ ഒരു മാസം ഉണ്ടായിട്ട് അവിടുന്ന് സംസാരിക്കാണ്ടിരുന്ന എന്താണോ? എക്സാം ഒക്കെ നടക്കല്ലേ, അതുകൊണ്ടല്ലേ. മാർക്കുണ്ടോ? എന്നിട്ട് നല്ല മാർക്കുണ്ടോ? കുഴപ്പമില്ല. ഉം. കുഴപ്പമില്ലാത്ത മാർക്ക്. ഉം. പിന്നെ ഞാന് വീടിന്റെ അടുത്തെത്തി. ഞാനും ഇവിടെ വൈഫിന്റെ അടുത്ത് കൊടുക്കണോ വീട്ടിലേക്ക് അയ്യോ ചെന്നിട്ട്? വേണ്ട, ചേച്ചിയുടെ കയ്യിലൊന്നും കൊടുക്കണ്ട. എന്താണ്? അയ്യോ വേണ്ട. സംസാരിച്ചോളൂ, വൈഫിനോട് സംസാരിച്ചോളൂ കുറച്ചു നേരോ. വേണ്ട. അയ്യോ, ഞാൻ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊലക്ക് കൊടുക്കാം. കൊടുക്കല്ലേ. ഇല്ല, നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചേട്ടാ, പ്രശ്നമൊന്നുമില്ല. കൊലക്ക് കൊടുക്കല്ലേ ചേട്ടാ. നം- എന്താണ് ഇങ്ങനെ പറയണേ? വേണ്ട, നിങ്ങളോട് സംസാരിക്കാനല്ലേ ഞാൻ വിളിച്ചത്. ചേച്ചീന്റെ അടുത്തൊന്നും കൊടുക്കണ്ട, ഭയങ്കര പ്രശ്നമാവും. സംസാരിക്കാൻ വിളിച്ചാണോ? പൈസ ഇടാൻ വിളിച്ചല്ലേ? അല്ല, അങ്ങനെ പൈസ ഇടാൻ വിളിച്ച് പിന്നെ അങ്ങനെ സംസാരിക്കണം തോന്നി, അപ്പൊ സംസാരിച്ചു. ഈ നമ്പർ ഈ വാട്സപ്പില് സേവ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയി എന്ന് തോന്നുന്നു. ഞാൻ 2 ദിവസമായി. ആ, ഞാൻ അതിലെ DP വെച്ചിട്ട് കണ്ടല്ലോ, നല്ല ഏ DP വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മള് പാവപ്പെട്ടവരാണെങ്കിലും കുറച്ച് ലുക്ക് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആരും അല്ല, എല്ലാരും പാവപ്പെട്ട ആളന്നെയാ. നിങ്ങള് മാത്രമൊന്നുമല്ല, നമ്മളെല്ലാം പാവപ്പെട്ടയാ. നിങ്ങള് പാവപ്പെട്ടവരാ, നമ്മള് കണ്ടതല്ലേ. മലപ്പുറം മുഴുവൻ കൊടുത്ത് മേടിക്കാനുള്ള പൈസ ഉണ്ട് ഉപ്പാന്റെ കയ്യില്. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ. പിന്നെ വേറെ പറയൂ. എന്താണ്? നിങ്ങൾ പറയൂ. ഭക്ഷണം കഴിക്കാനായോ? ഭക്ഷണം കഴിക്കാനൊന്നും ആയില്ല. പിന്നെ 7:45 ഉള്ളൂ. ഉം.
8:30 എല്ലാം ആവും. ഉം ഉം ഉം. ഈ ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കില്ല അല്ലേ പരിപാടി? പിന്നെന്താ പരിപാടി? നമുക്കിടെ എന്താ പരിപാടി? ഫോൺ നോക്കുക, ഫോണിൽ എന്താ നോക്കുന്നേ? എന്തൊക്കെയോ നോക്കും. എന്തൊക്കെയോന്ന് പറഞ്ഞാല്? എന്തൊക്കെയോ നോക്കും. ഇപ്പൊ എങ്ങനെ പറയാ നിങ്ങളോട്? എന്തൊക്കെയോന്ന് എന്തൊക്കെയോ പറഞ്ഞാല്? നോക്കും. ആ ഉം. വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ആയിരിക്കുമല്ലേ ഇപ്പൊ ഫുൾ ടൈം? അങ്ങനെ ഫേസ്ബുക്കിലും അങ്ങനെ വാട്സപ്പിലും പിന്നെ യൂട്യൂബ് നോക്കും. ഉം. കല്യാണം കഴിച്ചു വിടുന്ന പെണ്ണായാലോ കുറച്ച് നല്ല ബോഡിയൊക്കെ ഉണ്ടല്ലോ. കല്യാണം കല്യാണം നോക്കുന്നുണ്ടാ? കല്യാണം ഇപ്പോഴൊന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോകാൻ കുറേ കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിക്കാം. ആന്നാ തട്ടിമുട്ടി പോവാന്ന് പറഞ്ഞാൽ തട്ടലും മുട്ടലൊക്കെ ഉണ്ടോ? തെറ്റില്ല മുട്ടില്ല തന്നെ. എന്തിനാണ് ഇപ്പഴേ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഉം. പഠിക്കട്ടെ, പഠിക്കണം, ഏ ഒരു ജോലിയൊക്കെ നേടട്ടെ. ഏ ഉം. ഉം 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 ഉം. നേഴ്സാകാൻ വേണ്ടിയുള്ള പരിപാടിയാ? ഏ നേഴ്സാകാൻ വേണ്ടിയുള്ള പരിപാടിയാ? ഉം. ഉപ്പ വന്നിട്ട് ഉപ്പ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആ ഉപ്പ വർക്ക് നല്ല വർക്കാണല്ലോ. ഞങ്ങള് സംസാരിച്ചായിരുന്നു. ഉപ്പാന്റെ ഫാമിലിയിലുള്ള അവരെല്ലാം വന്നായിട്ട് സംസാരിച്ചായിരുന്നു. ഉം ഉം അപ്പം നല്ല വർക്കാന്നാ പറഞ്ഞു. നല്ല അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു വർക്ക്. ഞാൻ അതിലേ ഉം പറഞ്ഞു നല്ല വർക്കാണ്, ഉം ഉം ഡിസൈനിങ് എല്ലാം നല്ല വർക്കായിട്ട് ചെയ്തില്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ആഹ്. നീ അടുത്ത് ആരുടെങ്കിലും കേറിക്കൂടെ. റിലേറ്റീവിന്റെ ഉണ്ടെങ്കിൽ ഉപ്പാനെ ഓർമ്മിപ്പിച്ചിട്ട് വിളിക്കണം. നിങ്ങൾ തന്നെ അങ്ങ് വിളിച്ചേക്കട്ടോ. അല്ല അവിടെ വർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ ഉം. ഈ നമ്പറിലല്ല, മസൂരിയുടെ നമ്പറിൽ വിളിച്ചാൽ മതി. ആ അത് മേശിരിനെ ഉപ്പ വിളിക്കും. ഉപ്പയും മേശിരിയും നല്ല കണക്ട് ആണല്ലോ. അപ്പം വിളിക്കുമായിരിക്കും. ഉപ്പാന്റെ ഫ്രണ്ട്സുകളൊക്കെ ഫ്രണ്ട്സായിട്ട് പറഞ്ഞു കൊടുത്തേ മേശിരിനാന്ന് തോന്നുന്നു. അപ്പൊ അപ്പം ചെയ്യും, ഉം. അപ്പോൾ ചെയ്യായിരിക്കും. കേട്ടില്ല. ഉപ്പാന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ആ മേശിരിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പം എല്ലാവർക്കും ഫാമിലിയിലെല്ലാം ഒരുപാട് പേര് വീടെടുക്കുമ്പോ വിളിക്കുമായിരിക്കും. കാരണം വെച്ചാൽ നല്ല വർക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല വേറെന്താ പറ? വേറെന്താണ്, ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. പറയൂ. ഇങ്ങനെ പോന്നു എന്ന് മാത്രം പറയുന്നേ. വേറെന്താണ് പറയണ്ടേ? വേറെ എന്തൊക്കെയൊക്കെ പറയും. എന്നാ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം നോക്കുന്നില്ല എന്നാണോ പറഞ്ഞത്? കല്യാണം നോക്കുന്നില്ല. ആണോ? കല്യാണം കഴിപ്പിച്ചൂടായിട്ട്. ഞങ്ങളെ കല്യാണം കഴിക്കണ്ടേ? നിങ്ങളുടെ ആൾക്കാർ കൂടുതൽ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകൂലേ? 20 വയസ്സാകുന്നതിന് അടുത്ത് തന്നെ. ഞാൻ പോകുന്നില്ല. ഏ നിങ്ങൾക്ക് തന്നെ എന്നെ കല്യാണം കഴിപ്പിക്കേണ്ട പ്ലാന്? ഞാൻ കല്യാണം നല്ല കഴിക്കുന്നില്ല. കോളേജിൽ വല്ല സെറ്റപ്പും കാണുമല്ലേ? അങ്ങനെയൊന്നുമില്ല. സെറ്റപ്പ് കൂടെ പഠിക്കുന്ന സെറ്റപ്പ് ഇല്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ സെറ്റപ്പ് ഒന്നുമില്ല. എങ്ങനെയൊന്നും ഞങ്ങള് ഇല്ലാന്ന് പറഞ്ഞ പോതില്ലല്ലോ. ഞങ്ങൾ കാണുന്നില്ലല്ലോ ആരെയും. വേറെ ഇപ്പൊ കോളേജിൽ പോകത്തില്ലല്ലേ? ഫോൺ ഉണ്ടല്ലോ കയ്യില്, പിന്നെ എന്തിനാ കോളേജിൽ പോകേണ്ട ആവശ്യം? 24 hour ചാറ്റിങ് ചീറ്റിംഗ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണോ? ഉം. എവിടെയും കൊണ്ടാ നല്ല കുട്ടി? എല്ലായിടം കൊണ്ടും നല്ല കുട്ടിയാണ്. ഏ ഉം. പക്ഷെ നല്ല കുട്ടീനെ കാണാൻ പറ്റിയില്ല അവിടെ, സമയം കിട്ടിയില്ല കാണാൻ. അയ്യോ, കണ്ടില്ല. 2 പ്രാവശ്യം കണ്ടു, ചിരിച്ചു. പിന്നെ ഞാൻ ടൗണിലേക്ക് പോകുമ്പം ഞാൻ പിന്നെ സ്കാർഫ് ഇതെല്ലാം കുത്തി ഫർദിയൊക്കെ ഇട്ട് ഉപ്പാക്ക് അങ്ങനെ ഇഷ്ടം. അപ്പം പിന്നെ ഇയാൾക്ക് എങ്ങനെ ഇഷ്ടം? എനിക്ക് മോഡേൺ ആയിട്ട് പോകുന്നത് ഇഷ്ടം. പേര് പറഞ്ഞ ഞാൻ വീണ്ടും മറന്നുപോയി. ഇല്ല, പറയില്ല. കാര്യം ഞാൻ മറന്നുപോയി. അന്ന് അവിടുന്ന് വിളിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. ഞാൻ അന്നും ഇപ്പം പറഞ്ഞില്ല. നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞത് ഞാൻ മറന്നുപോയി. വേണ്ട, ആദ്യം വിളിച്ചപ്പോ ഓർമ്മിച്ച് വെച്ചോ. ഓർമ്മിച്ചെടുക്ക്. നിങ്ങൾ ഉം. ഓർമ്മിച്ചെടുക്ക്. എന്നിട്ട് ഞാൻ പറയില്ല. നിങ്ങൾ പറ. ഞാൻ വാട്സപ്പിൽ നോക്കിക്കോളാം. ഓക്കെ.
വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. വൈഫുണ്ട്, വൈഫ് ഇഷ്യൂ ആക്കും. ഓക്കെ ഓക്കെ സർ. ഫോണ് ഫോണ് വിളിക്കുന്ന പോലെയല്ല. ഫോണ് വിളിക്കുമ്പോ ഡയറക്റ്റ് ഫോൺ കൊടുക്കുന്നേ ഇല്ലേ, ഫോണിൽ ചാറ്റ് ചെയ്തോണ്ടിരുന്ന. ഞാനങ്ങനെ വാട്സപ്പിൽ വരാറൊന്നുമില്ല. വാട്സപ്പിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസം കൂടുമ്പോഴൊക്കെ തിരക്ക് കഴിയുമ്പോ, പണി തിരക്ക് കഴിയുമ്പോഴൊക്കെ നോക്കലുള്ളൂ. എന്തെങ്കിലും പറയല്ലേ. സത്യം, നമ്മളങ്ങനെയല്ലേ. പിള്ളേരെ പോലെ നമുക്ക് സമയമില്ലല്ലോ. അയ്യോ, നിങ്ങൾ ആരാ? നിങ്ങൾ സംസാരിക്കും വിചാരിക്കും നിങ്ങൾ നമ്മൾ അങ്ങനെയല്ലേ. നിങ്ങളെന്താ പ്രായമുള്ള മനുഷ്യനൊന്നല്ലല്ലോ, ചെറുപ്പക്കാരൻ തന്നെയല്ലേ. ചെറുപ്പക്കാരാണ്, പക്ഷെ നമ്മള് മെച്ചൂരിറ്റി എത്തിയ ചെറുപ്പക്കാരാ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ, കുഞ്ഞു നിങ്ങൾ കുട്ടികളല്ലേ. അങ്ങനെ ആരല്ലേ, നിങ്ങൾ അത്ര പ്രായമൊന്നും ഇല്ലല്ലോ. പിന്നെന്താ നിങ്ങൾക്ക്? എനിക്ക് തോന്നിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നിങ്ങളെ.